സിനിമാ ജീവിതം ആരംഭിച്ചതു മുതൽ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണങ്ങൾ. അഹങ്കാരിയെന്നും അമോൽ ബേബിയെന്നും നെപ്പോ കിഡെന്നും മുദ്ര ചാർത്തപ്പെട്ടവൻ. പറഞ്ഞ ഇംഗ്ലീഷിലും വാങ്ങിയ കാറുകളിലും ഉൾപ്പെടെ കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും ഏറ്റുവാങ്ങിയവൻ. ആ നടൻ ഉയർത്തെഴുന്നേറ്റു. വിമർശനങ്ങളെ കാറ്റിൽ പറത്തി സിനിമാ കൊടുമുടി കയറാൻ കച്ചകെട്ടിയിറങ്ങി. അയാൾ നല്ല സിനിമകൾ ചെയ്തു. കഥാപാത്രങ്ങളെ ഭദ്രമാക്കി. നിർമ്മാതാവായി, വിതരണക്കാരനായി. ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ചു. നിലപാടുകളുടെ പേരിൽ സംഘപരിവാർ സൈബർ പോരാളികളെ കളത്തിലിറക്കിയപ്പോഴും തലകുനിക്കാതെ, ആദർശത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ഒറ്റയാൾ പോരാളിയായി. ഇന്ന് പാൻ ഇന്ത്യൻ താരമെന്ന് നിസ്സംശയം വിളിക്കാവുന്ന നടന്റെ, സംവിധായകന്റെ, നിർമ്മാതാവിന്റെ പേര് പൃഥ്വിരാജ് എന്നാണ്. സലാറും കാപ്പയും ഗോൾഡും കടുവയും അയ്യപ്പനും കോശിയും ബ്രദേഴ്സ് ഡേയും ബ്രോഡാഡിയും ഡ്രൈവിംഗ് ലൈസൻസുമെല്ലാം സമീപ വർഷങ്ങളിൽ പൃഥ്വിരാജിന്റേതായി ഇറങ്ങിയ തിയേറ്റർ ചിത്രങ്ങളാണ്. മിക്കതും ഹിറ്റായി. അഭിനയം കൊണ്ടും സംവിധാനം കൊണ്ടും നിർമ്മാണം കൊണ്ടും വിതരണം കൊണ്ടും പൃഥ്വിരാജ് മലയാള സിനിമയിൽ കാലുറപ്പിച്ച് ചവിട്ടി നിന്നു. പക്ഷേ അപ്പോഴൊക്കെയും പൃഥ്വിരാജിന്റെ കഥാപാത്രങ്ങൾ എലൈറ്റ് ക്ലാസ്സിൽ നിന്ന് പൂർണ്ണമായും മാറിയില്ല. മാറാൻ ശ്രമമുണ്ടായാലും ഇല്ലെങ്കിലും ആ സ്റ്റാർഡം പൃഥ്വിയുടെ ജീവിതത്തിൽ നിഴലുപോലെ കൂടെ നിന്നു. പല സിനിമകളിലും ആ സ്റ്റാർഡം തെളിഞ്ഞു നിന്നു. ഇനി കാണാനിരിക്കുന്നത് പുതിയൊരു പൃഥ്വിരാജിനെയാണ്. സ്റ്റാർഡം കൈവിട്ട് താനേ മറന്ന് മനസ്സിലൊരു മുറിവുണ്ടാക്കാൻ ബെന്യാമിന്റെ തൂലികയിൽ പിറന്ന ആടുജീവിതം പൃഥ്വിരാജ് തന്റെ ജീവിതമാക്കുകയാണ്. ഇന്നലെ ആടുജീവിതത്തിലെ നജീബിന്റെ മൂന്നാമത്തെ പോസ്റ്റർ പുറത്തു വന്നപ്പോൾ കണ്ടത് പുതിയൊരു പൃഥ്വിയെ. ഇടതു കണ്ണടച്ച് വലതു കണ്ണിലൂടെ ബട്ടൺസിന്റെ നേർത്ത സുഷിരത്തിലൂടെ എന്തോ നോക്കുന്ന നജീബ്. നാളെ തന്നെ കാത്തിരിക്കുന്ന കാലത്തെ അവൻ വർത്തമാനകാലത്തിലിരുന്ന് നോക്കുകയാവണം. ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഇന്ത്യൻ സിനിമകളുടെ ലിസ്റ്റിൽ 2ാം സ്ഥാനത്താണ് ആടുജീവിതമുള്ളത്. ആടുജീവിതത്തിലൂടെ ഇന്ത്യൻ സിനിമയിൽ മലയാളത്തെ അടയാളപ്പെടുത്താൻ പോകുന്നുവെന്നും ലോകോത്തര സിനിമകളോട് കിടപിടിക്കാൻ സാധിക്കട്ടെയെന്നും പുതിയ പോസ്റ്റർ പങ്കുവച്ച് ആകാശ് എന്നയാൾ ഫേസ്ബുക്കിൽ കുറിച്ചു. ഒരു സിനിമയ്ക്ക് വേണ്ടി മാക്സിമം എഫേർട്ടിൽ വ്യത്യസ്ത ലുക്കുകളെന്നാണ് 3 പോസ്റ്ററുകൾ പങ്കുവച്ച് വിഷ്ണു സിവി കുറിച്ചത്. പുതിയ പോസ്റ്ററിൽ പണ്ടത്തെ ക്ലാസിക് പൃഥ്വിയെ കാണാമെന്നും മറ്റൊരാൾ. ബെന്യാമിന്റെ ആടുജീവിതം കിടിലമാണെങ്കിലും പടത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത് പൃഥ്വിരാജും അർബാബുമായിരിക്കുമെന്നും പടം 100% നോൺ ലീനിയർ ആയിരിക്കുമെന്നും അൺപോപ്പുലർ ഒപ്പീനിയൻ. ആടുജീവിതം വഴി പൃഥ്വിയെ തേടി നാഷണൽ ലെവൽ അംഗീകാരങ്ങൾ എത്തുമെന്നും 2024-25 വർഷം പൃഥ്വിയുടെയും മലയാള സിനിമയുടെയും ബ്രേക്ക് ത്രൂ ആയിരിക്കുമെന്നുമാണ് ലിജിഷ് മക്കാറിന്റെ അഭിപ്രായം. പോസ്റ്റർ ശ്രദ്ധിച്ചാൽ കാണാം ആടുജീവിതം എന്നെഴുതിയിരിക്കുന്ന രീതി. ആ മുതൽ അവസാന അക്ഷരം വരെ എത്തുമ്പോൾ കനം കുറഞ്ഞ് നേർത്തു വരുന്ന അക്ഷരങ്ങൾ. മരുഭൂമിയിലെ നജീബിന്റെ ജീവിതം സൂചിപ്പിക്കുന്നതാകാം അവ. ആടുജീവിതത്തിലൂടെ പൃഥ്വിരാജ് എന്ന താരത്തെയല്ല, അയാളിലെ അഭിനേതാവിലൂടെ നജീബിനെ കാണാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. ആടുകൾക്കിടയിൽ നിന്ന് നജീബ് ഇറങ്ങിവരും. പ്രേക്ഷക മനസ്സുകളിലേക്ക് കാത്തിരിക്കാം.